ഡോക്ടർ, മോണയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? വായുടെ ആരോഗ്യം പൊതുവായ ആരോഗ്യസ്ഥിതിയുമായി അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, പല്ലിനെ എല്ലിൽ താങ്ങി നിർത്തുന്നത് മോണയും ഉള്ളിലുള്ള അസ്ഥിയും കൂടെ ചേർന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ആരോഗ്യക്കുറവുണ്ടായിരുന്നാൽ പല്ല് ഇളകാനും ആടിപ്പോകാനുമുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പല്ലിനെ മാത്രമല്ല, നമ്മുടെ പൊതുവായ ആരോഗ്യത്തിനെയും മോണരോഗം ബാധിക്കുന്നുണ്ട്. പുതിയ സ്റ്റഡീസ് പറയുന്നത് പ്രമേഹവും മോണരോഗവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്നാണ്. അതായത് 2-way റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടെന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. അതായത് പ്രമേഹമുള്ള രോഗികളിൽ മോണരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മോണരോഗം വന്നു നിൽക്കുന്ന പ്രമേഹ രോഗികളിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാകാനും സാധ്യതയുണ്ട്. അവർക്ക് മരുന്ന് കൂടുതൽ ഡോസേജിൽ എടുക്കേണ്ട ആവശ്യവും വന്നേക്കാം. അതുപോലെ തന്നെ വേറൊരു പഠനം നമുക്ക് കാണിച്ചു തരുന്നത്, ഗർഭാവസ്ഥയിൽ സ്ത്രീകളിൽ മോണരോഗം ഉണ്ടായാൽ ആ സമയത്ത് കുട്ടികൾക്ക് തൂക്കം കുറയാനും മാസം തികയുള്ള പ്രസവത്തിന് സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ തന്നെ മോണരോഗം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോണയിലൂടെ അണുക്കൾ നമ്മുടെ രക്തധമനികളിൽ പ്രവേശിക്കുകയും രക്തധമനികൾ ബ്ലോക്കുകൾ ഉണ്ടാക്കി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്.